നവകേരള സദസ്സ് സർക്കാർ പ്രഖ്യാപിച്ചതു മുതൽ തന്നെ ഉടക്ക് തുടങ്ങിയതാണ് പ്രതിപക്ഷം. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും യാതൊരു തരത്തിലും ഈ സദസ്സുമായി സഹകരിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ ഇവരുടെയൊക്കെ നിസ്സഹകരണം ഉണ്ടായെങ്കിലും ഇന്ന് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് വെച്ച് സമാപിച്ചിരിക്കുന്നു. പിണറായി വിജയനും പിണറായി സർക്കാരിനും മന്ത്രിമാർക്കും ആഹ്ലാദത്തിന്റെ നിമിഷം. അതായത് ഈ പരിപാടി ഒരിക്കലും വിജയിക്കില്ല അല്ലെങ്കിൽ നല്ല രീതിയിൽ പൂർത്തിയാക്കില്ല എന്ന പ്രഖ്യാപനമൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അതിനെല്ലാം ഭേദിച്ചുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നവകേരള യാത്ര സമാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്കായിരുന്നു യാത്ര. കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സിന്റെ ആദ്യ സദസ്സിൽ തന്നെ അത്രത്തോളം ജനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. കൂടാതെ ലീഗ് അടക്കമുള്ള നിരവധി പാർട്ടികളിലെ പ്രതിപക്ഷ പാർട്ടികളിലെ അടക്കം അംഗങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തകർ ഈ പരിപാടികളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ സൗഹൃദ സദസ്സിൽ രാവിലെ ഉണ്ടാകുന്ന പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാകുന്ന സൗഹൃദ സദസ്സിൽ പോലും പലരും പങ്കെടുത്തു എന്നുള്ളതാണ്. കോൺഗ്രസിൽ തന്നെ പല അംഗങ്ങളും പങ്കെടുത്തതിനെ തുടർന്ന് അവർക്കെതിരെ KPCC അവസാനം നടപടിയെടുക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു. സാക്ഷാൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് പോലുമുള്ള അംഗങ്ങൾ മലപ്പുറത്തെ തിരൂരിൽ നടന്ന ഈ നവകേരള സദസ്സിൽ പങ്കെടുത്തിരുന്നു, അല്ലെങ്കിൽ സദസ്സിന്റെ ഭാഗമായി സൗഹൃദ സദസ്സിൽ മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ എത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നവകേരള സദസ്സ് ഇത്രയധികം മാധ്യമങ്ങൾ പോലും ശ്രദ്ധിക്കാനും അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്തയാകാനും ഒക്കെ കാരണമായത് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ വിശിഷ്യ യൂത്ത് കോൺഗ്രസിന്റെ ഒരു കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എത്തുന്ന ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ പര്യടനം നടത്തുമ്പോൾ എല്ലാ ദിവസവും അതൊരു വലിയ വാർത്ത ആകില്ലായിരുന്നു. അതോടൊപ്പം തന്നെയാണ് പ്രതിപക്ഷവും ജനകീയ വിചാരണ പരിപാടിയും ഇതിന് സമാന്തരമായി തന്നെ വിചാരണ പരിപാടിയും സംഘടിപ്പിച്ചിരുന്നു. അവിടെയും ആളുകളെ ഒന്നും കണ്ടില്ല. പ്രത്യേകിച്ച് ആ പരിപാടിക്ക് പോലും ഇത്ര വലിയ ഒരു മാധ്യമ ശ്രദ്ധ ലഭിച്ചില്ല. സാധാരണ രീതിയിൽ സർക്കാരിനെതിരെയുള്ള ഇത്തരം പരിപാടികൾ പരമാവധി മാധ്യമങ്ങൾ കാണിക്കുകയും ഈ നവകേരള സദസ്സിനെ വാർത്തകളിൽ തന്നെ ഒഴിവാക്കുകയായിരിക്കും ഉണ്ടാവുക എന്നാണ് പലരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ വന്നതോടെ കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ കാസർഗോഡ് നിന്നും ആദ്യം ആരംഭിച്ച ഈ കരിങ്കൊടി പ്രതിഷേധം ആരംഭിച്ചത് മുതൽ തന്നെ ഓരോ ദിവസവും മുഖ്യമന്ത്രി പോകുന്ന വഴിയെ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യാൻ എത്തുകയും അത് തത്സമയം കാണിക്കുകയും മുഖ്യമന്ത്രിയുടെ പ്രസംഗം എന്തായിരിക്കും എന്നുള്ളതൊക്കെ എല്ലാ ദിവസവും രാവിലെയും അതോടൊപ്പം തന്നെ വൈകിട്ട് പോലും നടക്കുന്ന ചടങ്ങുകളിൽ മുഖ്യമന്ത്രി എന്താണ് പ്രസംഗിക്കുന്നത് എന്നതടക്കം മാധ്യമങ്ങൾ കൃത്യമായി ലൈവ് തത്സമയം കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ കാരണക്കാർ എന്തായാലും ഈ കരിങ്കൊടി പ്രതിഷേധക്കാരാണ്. ഇന്ന് മുഖ്യമന്ത്രിക്ക് എവിടെയാണ് കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാവുക, അല്ലെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി എവിടെയാണ് കരിങ്കൊടി കാട്ടുക, ഈ കരിങ്കൊടി കാട്ടിയവരോട് ഡിവൈഎഫ്ഐക്കാർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ രക്ഷാസേന ജീവൻ രക്ഷാസേന ഏത് തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നതടക്കം ഉള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധ ചെലുത്തിയത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ഈ പരിപാടിക്ക് നൽകിയത് സത്യത്തിൽ പ്രതിപക്ഷമാണ് എന്നുള്ളതാണ് ഈ ഇടതുപക്ഷക്കാർ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 പേരെങ്കിലും പങ്കെടുത്തു എന്നുണ്ടെങ്കിൽ ഈ സദസ്സുകളിൽ വിവിധ മണ്ഡലങ്ങളിലെ ജനകീയ സദസ്സിൽ നവകേരള സദസ്സിൽ 10,000 പേർ എന്ന് കണക്കാക്കിയാൽ 14 ലക്ഷം പേർ നേരിട്ട് പങ്കെടുത്തിരിക്കും എന്നുള്ള കണക്കുകളാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ 3.5 കോടി ജനങ്ങളിൽ 2 കോടിയെങ്കിലും ഈ കാര്യം അറിഞ്ഞു എന്നുള്ളതാണ്. ഈ 2.5 കോടി ജനങ്ങളിലേക്കും ഈ സദസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് എത്തി, അത് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ നേരിട്ടെത്തി എന്നുള്ളതും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നവകേരള സദസ്സ് വിജയിച്ചു എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ്. കേരളം കണ്ട ഏറ്റവും വലിയ PR എക്സൈസ് ആയിരുന്നു ഇത്. എന്തായാലും ഇത്രയധികം വിജയിക്കുമെന്ന് ഇടതുപക്ഷം പോലും കണ്ടു കാണില്ല. കാരണം ഈ നവകേരള സദസ്സിനെ തുടക്കം മുതൽ തന്നെ ധൂർത്തെന്ന ആക്ഷേപവുമായി പ്രതിപക്ഷ നേതാവും ഒക്കെ രംഗത്തെത്തുകയും പിന്നീട് ഈ ആഡംബര ബസ്സിനെ കുറിച്ചുള്ള കിംവദന്തികൾ പരക്കുന്നു. മാധ്യമങ്ങളിൽ പോലും അതിനകത്ത് സ്വിമ്മിംഗ് പൂളുണ്ട്, മന്ത്രിസഭാ യോഗം നടത്താനുള്ള സംവിധാനമുണ്ട്, അത്തരത്തിൽ അത്യാഡംബരത്തിന്റെ അവസാന വാക്കായ ഒരു ബസ്സാണ് എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങളിൽ വാർത്ത വരികയും ആ ബസ് തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ചു. എന്താണ് ഇടതുപക്ഷം ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത് ഏത് തരത്തിൽ എത്തിക്കണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ സർക്കാരിനും ഇടതുപക്ഷത്തിനും അറിയാമായിരുന്നു എന്നുള്ളതാണ്. അത് മാധ്യമങ്ങളിലൂടെ അത് വീണ്ടും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുകയും ഈ വാഹനം കാണാൻ, ഈ മന്ത്രിമാരെ കാണാൻ
മുഖ്യമന്ത്രിയെ കേൾക്കാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഈ സദസ്സുകളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ വലിയൊരു PR വർക്കൊന്നും കൂടുതലായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടി വന്നിട്ടില്ല. നവകേരള സദസ്സിൽ പ്രതിപക്ഷത്തെ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി നേരിടുകയും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ KPCC പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളോ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ അതിന് അന്ന് തന്നെ മറുപടി പറഞ്ഞു പോകാറാണ് പിണറായി വിജയന്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സാധാരണ രീതിയിലുള്ള വാർത്താ സമ്മേളനങ്ങളിൽ കാണാറുള്ളത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ അത് ഏത് രീതിയിലാണ് നേരിടേണ്ടത്, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രചരണവും അതും കൃത്യമായി തന്നെ വിജയം കണ്ടു. ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് കേരളത്തിന് ലഭിക്കേണ്ട സംസ്ഥാനത്തിന് ലഭിക്കേണ്ട വിഹിതങ്ങൾ കേന്ദ്രം പിടിച്ചുവെക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ അത് ജനങ്ങളെ കൃത്യമായി തന്നെ ബോധിപ്പിക്കാനും ഈ സദസ്സ് വഴി സാധിച്ചു. അത് വേദിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകരെ കണ്ടുമൊക്കെ. അങ്ങനെയാണെങ്കിൽ വേദിയിൽ വന്നിരിക്കുന്ന അപാലവൃദ്ധം ജനങ്ങൾക്ക് മുന്നിലും ഈ കാര്യത്തെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു വികാരം കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചു. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെയും അദ്ദേഹം ഇക്കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതും വിജയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതായത് വികസന പ്രവർത്തനങ്ങളും തങ്ങൾ ഇനി ചെയ്യാൻ പോകുന്ന എന്തൊക്കെയായിരിക്കും ഭാവി കേരളം നവകേരളത്തിന് വേണ്ടി എന്തെല്ലാമാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള പദ്ധതികളെ കുറിച്ചെല്ലാം തന്നെ കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കിഫ്ബിയിൽ നിന്ന് വായ്പ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മാറ്റങ്ങൾ അത് പൊതുവെസിൽ നിന്ന് മാറ്റി എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ പെൻഷൻ അടക്കം മുടങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ KSRTC ജീവനക്കാരുടെ ശമ്പളമൊക്കെ മുടങ്ങുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം, അതിനുള്ള ചില വ്യവസ്ഥകളിൽ വന്ന മാറ്റങ്ങൾ അത് എങ്ങനെ തങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളതും സർക്കാർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് വിവിധ മേഖലകളിൽ അധിക നികുതി അനുവദിച്ചു. അത് എന്തുകൊണ്ടും ക്ഷേമ പ്രവർത്തനങ്ങൾക്കടക്കം തന്നെ ഉപയോഗപ്പെടുത്താനാകുമെന്ന വിലയിരുത്തലാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന്റെ ഈ സമരങ്ങൾ കരിങ്കൊടി സമരം പോലെയല്ലാതെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ പ്രചാരണം സദസ്സ് വിചാരണ സദസ്സ് അടക്കമുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടും നവകേരള സദസ്സിന് ഏറ്റവും കൂടുതൽ മൈലേജ് ഉണ്ടാക്കിയത് കോൺഗ്രസ്സുകാരാണ്. അവരാണ് എല്ലാ ദിവസവും കൃത്യമായി തന്നെ ഇതിനെ വാർത്തയാക്കുകയും മുഖ്യമന്ത്രി ഇന്ന സ്ഥലത്തേക്ക് ഇന്ന് എത്തുന്നു, കൃത്യമായി തന്നെ കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു, മാധ്യമങ്ങൾ അവിടെ എത്തുന്നു, മുഖ്യമന്ത്രി കടന്നുപോകുന്നു, അത് എല്ലാ സമയത്തും വാർത്തയാകുന്നു. അവർക്കുള്ള ഒരു മറുപടി എന്തായാലും മുഖ്യമന്ത്രി അന്നത്തെ സദസ്സിൽ നൽകുമെന്ന് അറിയുന്ന മാധ്യമങ്ങൾ അത് തത്സമയം സംപ്രേഷണം നൽകുന്നു. അത്തരത്തിൽ ഈ കോൺഗ്രസിന്റെ സമരങ്ങളും നീക്കങ്ങളും ഒക്കെ തന്നെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില നുണപ്രചരണങ്ങളടക്കം നവകേരള സദസ്സിന് കൃത്യമായും അതൊരു പോസിറ്റീവായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു കൃത്യമായ പ്രചാരണത്തിന് അത് ഉപയോഗപ്പെടുത്താനായി. അങ്ങനെ അവസാനം നവകേരള സദസ്സ് തിരുവനന്തപുരത്തെത്തി സമാപിക്കുമ്പോൾ ഇന്നുണ്ടായ ചില കാര്യങ്ങൾ കൂടി പറയാതെ വയ്യ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരം സെക്രട്ടേറിയറ്റിലേക്ക് ഉണ്ടാകുന്നു. പോലീസ് യൂത്ത് കോൺഗ്രസുകാരെ കരിങ്കൊടി പ്രതിഷേധം നേരിടുന്ന രീതി ശരിയല്ല, അതോടൊപ്പം തന്നെ മറ്റ് ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തുകയും ആദ്യം പോലീസ് സംയമനം പാലിക്കുകയും പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ വന്നതിനെ തുടർന്ന് പോലീസ് കൃത്യമായി തന്നെ ലാത്തിചാർജും മറ്റു നടപടികളും ഒക്കെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ കൃത്യമായി സുധാകരന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടായിരുന്നു. സുധാകരൻ അന്ന് പറഞ്ഞത് ഈ 23-ാം തീയതി അവസാന ദിവസം അതാണ് ഈ അവസാനത്തെ യാത്രയാകുമോ എന്നുമൊക്കെ ഇന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയും സർക്കാരിനെയും വെല്ലുവിളിച്ചുകൊണ്ട് 23-ാം തീയതി പ്രതിഷേധം എന്താണെന്ന് കാണിച്ചു തരും എന്ന രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം പ്രഖ്യാപിച്ചത്. DGP ഓഫീസിലേക്ക് KPCCയുടെ നേതൃത്വത്തിൽ നടന്ന സമരം എല്ലാവരും കണ്ടതാണ്. DGP ഓഫീസിന് മുൻപ് തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ സമരം തടഞ്ഞിരുന്നു. ഒരു ഭാഗത്ത് ഒരു വാഹനത്തിലായിരുന്നു ഈ നേതാക്കന്മാർ ഇരുന്നിരുന്നതും അവർ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സുധാകരൻ പ്രഖ്യാപിച്ച പോലെ നാളെ കാണാം എന്ന രീതിയിൽ അദ്ദേഹം വെല്ലുവിളി നടത്തിയ പോലെ അല്ലായിരുന്നു എന്തായാലും ചടങ്ങുകൾ നടന്നത്. അരമണിക്കൂറിനുള്ളിൽ സമരക്കാരുമൊക്കെ DGP ഓഫീസിന്റെ അടുത്തു നിന്നുമൊക്കെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ള കാര്യമാണ് വ്യക്തമാക്കേണ്ടത്. നേതാക്കൾ ഒരു ഭാഗത്ത് നിന്ന് ഒരു വാഹനത്തിൽ നിന്ന് പ്രസംഗിക്കുന്നു. ഇതിനിടയിൽ ചില കോൺഗ്രസുകാർ മറ്റു വഴിയിലൂടെ ചെന്നുകൊണ്ട് പോലീസിനെതിരെ കല്ലേറ് നടത്തി. ഇതിനെ തുടർന്നാണ് ഇവർ ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ വീണ്ടും ഇവർ കല്ലേറ് തുടർന്നു. ഇതിനിടയിലാണ് ടിയർ ഗ്യാസ് അടക്കമുള്ളവ പോലീസിന് പ്രയോഗിക്കേണ്ടി വരുന്നത്. തൊട്ടടുത്ത് നേതാക്കൾ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും
സുധാകരന്റെ ഊർജവും സുധാകരന്റെ വെല്ലുവിളിയും ഒന്നും സത്യത്തിൽ ഏറ്റില്ല. സുധാകരന് അതുകൊണ്ട് തന്നെ ഈ സമയം കൊണ്ട് തന്നെ സുധാകരനെതിരെ ഇടതുപക്ഷക്കാർ കൃത്യമായി തന്നെ ട്രോളുകളും അല്ലെങ്കിൽ പരിഹാസ രൂപേണമൊക്കെ രംഗത്ത് എത്തിക്കഴിഞ്ഞു. അവർക്കൊക്കെ തന്നെ നേതാക്കന്മാർക്കൊക്കെ തന്നെ ദേഹാസ്വാസ്ഥ്യമുണ്ടായി. വി ഡി സതീശൻ, അതോടൊപ്പം തന്നെ കെ സുധാകരൻ എന്നീ നേതാക്കന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. രമേശ് ചെന്നിത്തലയൊക്കെ KPCC ആസ്ഥാനത്ത് പെട്ടെന്ന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിലുള്ള ടിയർ ഗ്യാസ് പ്രയോഗമാണ്. എന്തായാലും ഈ അടുത്തൊന്നും ഇത്തരമൊരു പോലീസ് നടപടി കണ്ടിട്ടില്ല എന്നുള്ളതാണ് കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ വലിയ പ്രതിഷേധമൊന്നും ഇനി ബാക്കി നടത്താൻ ഞങ്ങളില്ല എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് എന്തായാലും ആ പ്രതിഷേധം അവസാനിപ്പിച്ചത്.